स्वामी नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे विशेष शून्यवादी पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। हरे कृष्ण। നമ്മളിവിടെ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദൻ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ 14ാമത്തെ അധ്യായം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ച്, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആദ്യത്തെ 4 ശ്ലോകങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞതിനേക്കാൾ ഉത്തമമായിട്ടുള്ള ജ്ഞാനമാണ് ഈ അധ്യായത്തിൽ പറയുന്നത് എന്ന് നേരത്തെ തന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. ജ്ഞാനം യത്തത് പ്രവക്ഷ്യാമി ഹരം ഭൂയം പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം. ഹരം ഭൂയം പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വ മുനയ സർവേ പരാം സിദ്ധിമിതോഗതാണ്. നേരത്തെ ഭഗവാൻ ഉപദേശിച്ചതിനേക്കാൾ കൂടുതൽ ഉത്തമമായിട്ടുള്ള ജ്ഞാനമാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുരുഷനെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചും പ്രകൃതിയിലെ ഗുണങ്ങളെ കുറിച്ചും വിശദമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നില്ല. മുക്തി ലഭിച്ച് തിരിച്ച് ഭഗവത് സേവനത്തിലേക്ക് പോകാനുള്ള അവസരമുണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതിനാവശ്യമായിട്ടുള്ള ജ്ഞാനമാണ് ഇവിടെ നൽകുന്നത്. പുരുഷനെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചും ഭൗതിക പ്രകൃതിയിലെ 3 ഗുണങ്ങളെ കുറിച്ചും വിശദമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. പുരുഷൻ എന്ന് പറയുന്നത് 2 പുരുഷന്മാരുണ്ട്. ഒന്ന് ഭഗവാൻ, പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ഈ പ്രകൃതിയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓരോ ജീവാത്മാവും എങ്ങനെയാണ് ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ ഭൗതിക പ്രകൃതി എങ്ങനെയാണ് ജീവാത്മാവിൽ പ്രവർത്തിക്കുന്നത്? ജീവാത്മാവിനെ ബന്ധിച്ചു നിർത്തുന്നത്, ജീവാത്മാവിനെ നിയന്ത്രിക്കുന്നത്, ഗുണങ്ങൾ ഉപയോഗിച്ച്, സത്വരജസ്തമോ ഗുണങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം വിശദമായിട്ട് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതറിഞ്ഞവർക്ക് പിന്നീട് ഒരു ശരീരം എടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് പൂർണ്ണത നേടാൻ സാധിക്കും എന്ന് ഈ ജ്ഞാനമാർജിക്കുന്നതിന്റെ ഫലമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ഇതം ജ്ഞാനമുപാശ്രിത്യ മമ സാധാർമ്യമാകതാണ്. ഈ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഗുണങ്ങളൊക്കെ നമ്മൾക്ക് ലഭിക്കും, ഭഗവാന്റെ ക്വാളിറ്റീസ് ഒക്കെ ലഭിക്കും. സർഗേവിനോപജായന്റെ പ്രളയേന വിദന്തിച്ച. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് സർഗത്തിൽ അടുത്ത സൃഷ്ടിയിൽ വീണ്ടും ശരീരം എടുക്കേണ്ട ആവശ്യമില്ല. പ്രളയേന വിദന്തിച്ച. പ്രളയ സമയത്ത് ആ വ്യക്തിയെ പ്രളയം ബാധിക്കുന്നുമില്ല എന്ന് ഭഗവാൻ വാക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഉത്തമമായിട്ടുള്ള ജ്ഞാനമാണ് ഇവിടെ ഭഗവാൻ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഭാഗത്ത് തന്നെ 3ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ കുറിച്ചും ഈ ഭൗതിക പ്രകൃതിയെ കുറിച്ചുമാണ് ഭഗവാൻ 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. മമയോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഈ മുഴുവൻ ഭൗതിക പ്രകൃതിയും ഉണ്ടായിട്ടുള്ളത്. മുഴുവൻ ഭൗതിക പ്രകൃതിയും ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. മമയോനിർ മഹത് ബ്രഹ്മ.
ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നാണ് ഈ മഹത് ബ്രഹ്മം എന്നറിയപ്പെടുന്ന ഈ മുഴുവൻ ഭൗതിക സൃഷ്ടിയും ഉത്ഭവിച്ചിട്ടുള്ളത്. ആ ഭൗതിക സൃഷ്ടിയിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത ജീവജാലങ്ങളെയും ഭഗവാൻ തന്നെ പറഞ്ഞയച്ചിട്ടുള്ളതാണ്. തസ്മിൻ ഗർഭം ദദാമ്യം, ആ ഭൗതിക ലോകത്തിൽ അതിനെ ഗർഭം ധരിപ്പിക്കുന്നത്, ഈ ഭൗതിക പ്രകൃതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിനെയാണ് ഗർഭം ധരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ജീവജാലങ്ങളെയൊക്കെ പറഞ്ഞയച്ചിട്ടുള്ളത്, ആ ജീവാത്മാക്കളെയൊക്കെ പറഞ്ഞയച്ചിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയും. ഭൗതിക പ്രകൃതിയുടെയും ജീവാത്മാക്കളുടെയും ഉറവിടം ഭഗവാൻ തന്നെയാണ്. എല്ലാ ജീവാത്മാക്കളുടെയും പിതാവ് ഭഗവാനാണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു 4ാമത്തെ ശ്ലോകത്തിൽ. സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത് യോനിർഅഹം ബീജപ്രദം പിതാവ്. ഈ 2 ശ്ലോകങ്ങളിൽ ഭഗവാനും ഭൗതിക പ്രകൃതിയും ഭഗവാനും ജീവാത്മാക്കളും തമ്മിലുള്ള ബന്ധമാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവാനിൽ നിന്നാണ് ഭൗതിക പ്രകൃതി ഉത്ഭവിച്ചിട്ടുള്ളത്. ഭഗവാനിൽ നിന്ന് തന്നെയാണ് എല്ലാ ജീവാത്മാക്കളും ഉത്ഭവിച്ചിട്ടുള്ളത്. എല്ലാ ജീവജാലങ്ങളുടെയും പിതാവ് ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനമായതുകൊണ്ടാണ് ഈ ജ്ഞാനത്തിന് ഉത്തമമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ഭൗതിക ലോകത്ത് നമ്മൾക്ക് ലഭിക്കാത്ത ജ്ഞാനമാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ഉത്തമമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും ഗുണങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭൗതിക പ്രകൃതിയിലെ ഗുണങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളുടെ പേരുകൾ 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ നിബദ്ധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. ആ ഗുണങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഗുണങ്ങളിൽ നിന്ന് മോക്ഷം ലഭിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാവും. ഇത് എന്റെ പ്രവർത്തനമല്ല, ഇത് ഗുണങ്ങളുടെ പ്രവർത്തനമാണ്. ഓരോ ഗുണവും എന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഞാനിങ്ങനെ പെരുമാറുന്നത്, എനിക്കിങ്ങനെ പ്രവർത്തിക്കാൻ തോന്നുന്നത്. ഇതെല്ലാം ഗുണത്തിന്റെ പ്രവർത്തനമാണ്. ഞാൻ ഏത് ഗുണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ഗുണമാണ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്, ഓരോ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുന്നത് ഈ ഗുണമാണ്. അപ്പോൾ ഇതെന്റെ യഥാർത്ഥ ചിന്തയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും, തിരിച്ചറിയാനും സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഓരോ ഗുണത്തിന്റെയും പ്രത്യേകതകൾ പറഞ്ഞു തരുന്നുണ്ട്. 5ാമത്തെ ശ്ലോകത്തിൽ ആ ഗുണങ്ങളുടെ പേരുകളാണ് പറയുന്നത്. ഗുണങ്ങളുടെ പേരുകളാണ് പറയുന്നത്. പിന്നെ പൊതുവായിട്ട് ആ ഗുണങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നും 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്കിനി വായിക്കാനുള്ളത് 5ാമത്തെ ശ്ലോകമാണ്. സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ നിബദ്ധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിന് ശേഷം നമുക്ക് നോക്കാം. 5ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ആരാണ് വായിക്കുന്നത്? സഞ്ജീവനി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവഃ നിബന്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. വിവർത്തന ഭാവാർത്ഥം. ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. ഹേ മഹാബാഹുവായ അർജുന, 3 ഗുണങ്ങൾ അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. സത്വം, രജസ്, തമസ്. ശാശ്വതനായ ജീവാത്മാവിന് പ്രകൃതി സംയോഗം ഉണ്ടാകുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബദ്ധനാകുന്നു. ഭാവാർത്ഥം. അഭൗതികനാകയാൽ ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ല. എങ്കിലും ഈ ഭൗതിക ലോകത്തിൽ ബദ്ധനായി ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ വ്യാമോഹിതനായി അത് പ്രവർത്തിച്ചു പോരുന്നു. വിവിധ തരത്തിലുള്ള ശരീരങ്ങളിലാണവ കുടികൊള്ളുന്നത്. അതുകൊണ്ട് പ്രകൃതിയുടെ വിഭിന്ന ഭാവങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നു. വൈവിധ്യമാർന്ന സന്താപങ്ങൾക്കും സന്തോഷങ്ങൾക്കും കാരണം ഇതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജയ്. ഹരേ കൃഷ്ണ. ഈ ഭൗതിക പ്രകൃതിയിലുള്ള 3 ഗുണങ്ങളുടെ പേരുകൾ ഭഗവാൻ പറഞ്ഞു. സത്വം രജസ് തമ ഇതി ഗുണ.
മൂന്ന് ഗുണങ്ങളാണ് ഈ ഭൗതിക പ്രകൃതിയിലുള്ളത്. പ്രകൃതി സംഭവമാണ്. ഇത് ഭൗതിക പ്രകൃതിയിലേ ഉള്ളൂ, ആധ്യാത്മിക പ്രകൃതിയിലില്ല. ആധ്യാത്മിക പ്രകൃതിയിൽ ഈ ഭൗതിക ഗുണങ്ങളില്ല. അതുകൊണ്ട് ആധ്യാത്മിക പ്രകൃതിയെ നിർമ്മലം എന്ന് പറയുന്നു. അവിടെ യാതൊരു മാലിന്യവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാൻ. അതിന് കാരണം അവിടെ ഭൗതിക ഗുണങ്ങളില്ല. ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങളില്ല. ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നാണ് ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ടാകുന്നത്. സത്വ രജസ്തമ വിധി ഗുണ പ്രകൃതി സംഭവം. ഭൗതിക പ്രകൃതിയിൽ മാത്രമേ ഈ ഗുണങ്ങളുള്ളൂ എന്ന് പറഞ്ഞു. പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇനി ആ ഗുണങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. നിബന്ധനന്തി മഹാബാഹു ദേഹേ ദേഹിനം അവ്യയ. ഈ ഗുണങ്ങളാണ് ഒരു ജീവാത്മാവിനെ ഈ ശരീരത്തിൽ ബന്ധിച്ചു നിർത്തുന്നത് എന്ന് പറഞ്ഞു. നിബന്ധനന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. യഥാർത്ഥത്തിൽ ജീവാത്മാവ് എന്താണ്? അവ്യയമാണ്. അവ്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹവുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ്, അത് നശിക്കാത്തതാണ്. ഭഗവാന്റെ ഗുണങ്ങളുള്ളതാണ് ജീവാത്മാവ്. ഭൗതിക വസ്തുക്കൾക്ക് ഈ ജീവാത്മാവിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഭൗതിക വസ്തുക്കൾ മുഴുവൻ നശിച്ചു പോയാലും ജീവാത്മാവ് ബാക്കിയുണ്ടാവും. ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. ശരീരം മുഴുവനായിട്ട് നശിച്ചാലും ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. അവ്യയം, അത് അവ്യയമാണ്, ഒരിക്കലും നശിക്കാത്തത്. പക്ഷെ അങ്ങനെയുള്ള ആ ജീവാത്മാവിനെ ഈ ശരീരത്തിനകത്ത് ഈ ഭൗതിക ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആ ജീവാത്മാവിനെ ഈ ശരീരത്തിനകത്ത് ഞാൻ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ നിലനിർത്തുന്നത് ഈ ഗുണങ്ങളാണ് എന്ന് പറയാം. സത്വരജസ്തമോ ഗുണങ്ങളാണ്. അപ്പൊ ആ ജീവാത്മാവിനെ അതിന്റെ യഥാർത്ഥ ബോധം നശിപ്പിച്ച് ആത്മീയ ബോധം ഇല്ലാതാക്കി ഭൗതിക ബോധത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഗുണങ്ങളാണ്. സത്വരജസ്തമോ ഗുണങ്ങളാണ്. കാരണം ഗുണസംഘോസ്യ സത് അസത് യോനി ജന്മസു എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗുണസംഘം കൊണ്ട് ആ വ്യക്തിക്ക് പുതിയ പുതിയ ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഞാൻ ശരീരമാണ് എന്ന ബോധത്തിലേക്ക് വരും. ആത്മാവ് ആ ആത്മീയ ബോധം നശിച്ച് ഞാൻ ഒരിക്കലും നശിക്കാത്തവനാണ്, എന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ബാധിക്കാത്തവനാണ് എന്നുള്ള കാര്യമൊക്കെ മറന്ന് ഞാൻ ശരീരമാണ്. ഏത് ശരീരത്തിനകത്തേക്കാണോ ആ ജീവാത്മാവ് കയറിയത് ആ ശരീരമാണ് എന്ന് വിചാരിക്കും. അല്ല, ഒരു പൂച്ചയുടെ ശരീരത്തിലേക്കാണ് ജീവാത്മാവ് കയറിയതെങ്കിൽ ഞാൻ ആ പൂച്ചയാണ് എന്ന് വിചാരിക്കും. പട്ടിയുടെ ശരീരത്തിലേക്ക് കയറിയാൽ പട്ടിയാണെന്ന് വിചാരിക്കും. പന്നിയുടെ ശരീരത്തിലാണെങ്കിൽ പന്നിയാണെന്ന് വിചാരിക്കും. മനുഷ്യന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനാണ്. ഈ ശരീരം നശിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാണ്ടാവും. ശരീരം നശിക്കുന്നത് വരെ എനിക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ശരീരത്തിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം. ശരീരത്തിന്റെ സുഖമാണ് എന്റെ സുഖം. ശരീരവുമായി ബന്ധപ്പെട്ടവരാണ് എന്റെ ബന്ധുക്കൾ. ശരീരവുമായി ബന്ധപ്പെടാത്തവർ എനിക്ക് അറിയാത്തവരാണ്, പരിചയമില്ലാത്തവരാണ്. ഇങ്ങനെ ശരീരബോധത്തിലേക്ക് പൂർണ്ണമായിട്ടും മാറിപ്പോയി. അതിന് കാരണം ഈ മൂന്ന് ഗുണങ്ങളുമായിട്ടുള്ള ബന്ധമാണ് എന്നാണ് പറയുന്നത്. അല്ലെ, ശരീരത്തിൽ ബന്ധിച്ചു നിർത്തുന്നു. നിബന്ധനന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. ആ ജീവാത്മാവിന്റെ യഥാർത്ഥ ബോധം ഇല്ലാതാക്കി ദേഹബോധത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ സത്വരജസ്തമോ ഗുണങ്ങളാണ്. ദേഹബോധം അല്ലെ, ജീവാത്മാവിന് അതിന്റെ സ്വന്തം ബോധം നഷ്ടപ്പെടും. ആത്മീയ ബോധം, ഞാൻ നശിക്കാത്തവനാണ് എന്നുള്ള ആ ബോധം നഷ്ടപ്പെട്ട് ഞാൻ ഈ ശരീരമാണ്. ശരീരം വളരുമ്പോൾ ഞാൻ വളരുന്നു. ശരീരം ക്ഷയിക്കുമ്പോൾ ഞാൻ ക്ഷയിക്കുന്നു. ശരീരം നശിക്കുമ്പോൾ ഞാൻ ഇല്ലാതാകുന്നു എന്നുള്ള ശരീരബോധത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഗുണങ്ങളാണ്. അല്ലെ, ഒരാളൊരു കാറിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു മാന്ത്രികമായിട്ടുള്ള കാറാണ്. ആ കാറിന്റെ സ്റ്റിയറിംഗ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാറാണ് എന്ന് വിചാരിക്കും. ഞാൻ ഡ്രൈവറാണ് എന്നുള്ള കാര്യം മറന്നുപോകും. പിന്നെ കാറിന് വേണ്ടി മാത്രം പ്രവർത്തിക്കും. അല്ലെ, കാറിൽ ഡീസൽ തീർന്നു പോയി,
കാറിന്റെ ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല, അല്ലെ? കാറിന്റെ കാര്യങ്ങൾ മാത്രം, കാറിന്റെ കുഴപ്പങ്ങൾ, കാറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, വിശ്രമിക്കുന്നില്ല, അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ബോധമല്ല, തെറ്റായിട്ടുള്ള ബോധമാണ്. അതിനാണ് മിഥ്യാബോധം എന്ന് പറയുന്നത്. ഞാൻ ഈ കാറാണ് എന്ന് വിചാരിച്ചത്. അതേപോലെ ജീവാത്മാവ് ശരീരം എന്നുള്ള ഒരു യന്ത്രത്തിലേക്ക് കയറുന്ന സമയത്ത് ആ യന്ത്രമാണെന്ന് വിചാരിച്ചു, ഞാൻ മനുഷ്യനാണ് എന്ന് വിചാരിച്ച് ജീവിക്കും. അതിന് കാരണം ഈ 3 ഗുണങ്ങളാണ് എന്ന് പറയുന്നത്. സത്വരജസ്തമോ ഗുണ ഇതി സത്വരജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ നിബന്ധനന്തി മഹാബാഹോ ദേഹീനമാക്കി. അങ്ങനെ ബന്ധിച്ചില്ലെങ്കിൽ ആ ജീവാത്മാവ് ശരീരബോധത്തിൽ നിൽക്കുന്നില്ല, ശരീരത്തിന് വേണ്ടി പിന്നെ പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് അതിനെ മയക്കി കിടത്തിരിക്കുക, സ്വന്തം ബോധം നഷ്ടപ്പെടുത്തി ശരീരബോധത്തിൽ തന്നെ നിർത്തുന്നത് ഈ സത്വരജസ്തമോ ഗുണങ്ങളാണ്. അല്ലെ? ചില രാസവസ്തുക്കളൊക്കെ നമ്മളെ മണത്തു കഴിഞ്ഞാൽ നമ്മളെ ബോധം നഷ്ടപ്പെടും. അതേപോലെ ഈ ഗുണവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, സത്വരജസ്തമോ ഗുണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ബോധം നഷ്ടപ്പെട്ട് നമ്മുടെ ദേഹബോധത്തിലായിട്ട് ഈ 3 ഗുണങ്ങളാണ് അതിന് കാരണം. യഥാർത്ഥത്തിൽ ഈ ഭൗതിക ശരീരമായിട്ട് ജീവാത്മാവിന് ഒരു ബന്ധവുമില്ല. ശരീരം നശിച്ചാലും ഈ ജീവാത്മാവിന് ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെ? അന്തബന്ധ യമേ ദേഹ നിത്യസ്യോക്ത ശരീരം അവിനാശിതു തദ്വിദ്ധി ഏന സർവമിതം തതം നാശം അഭിയസ്യാസ്യ ന കശ്ചിത് കർത്തും അർഹതി. ഭഗവാൻ പറഞ്ഞു, ഈ ശരീരം മുഴുവനായിട്ട് നശിച്ചു കഴിഞ്ഞാലും ജീവാത്മാവിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവിനാശിതു തദ്വിദ്ധി ഏന സർവമിതം തതം വിനാശം അഭിയസ്യാസ്യ ന കശ്ചിത് കർത്തും അർഹതി. ഈ ജീവാത്മാവിനെ ആരും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യമൊക്കെ മറന്ന് ഞാൻ ശരീരമാണ്, ശരീരത്തിന്റെ പ്രശ്നങ്ങളാണ് എന്റെ പ്രശ്നങ്ങൾ. പിന്നെ ശരീരം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ശരീരം പറയാം എനിക്ക് വിശക്കുന്നുണ്ട്, അപ്പോൾ ആഹാരത്തിന് വേണ്ടി ഓടി നടക്കും, അല്ലെ? ശരീരം പറയും എനിക്ക് ഭയമാവുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സംരക്ഷണം ആവശ്യമാണ്, അപ്പോൾ ശരീരത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വീട്, കൂട്, ഇങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടാക്കും. ശരീരം പറയും എനിക്ക് സുഖം ആവശ്യമാണ് എന്ന് പറയുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതാണ് ശരീരബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്വന്തം ബോധം നഷ്ടപ്പെട്ട് ആ ശരീരബോധത്തിൽ പിന്നെ പ്രവർത്തിക്കും. അതിന് കാരണം ഈ 3 ഗുണങ്ങളാണ് നിർബന്ധിക്കുന്നത്, ഈ ജീവാത്മാവിനെ നിർബന്ധിക്കുന്നത്, മയക്കി വിടുന്നത്, സ്വന്തം ബോധം നശിപ്പിച്ച് മയക്കി കിടത്തുന്നത് ഈ സത്വരജസ്തമോ ഗുണങ്ങളാണ് എന്ന് പറഞ്ഞത്. സത്വം രജസ്തമ ഇതി ഗുണ പ്രകൃതി സംഭവ. ഭൗതിക പ്രകൃതിയിൽ മാത്രമേ ഈ ഗുണങ്ങളുള്ളൂ, സത്വരജസ്തമോ ഗുണങ്ങളുള്ളൂ. നിബന്ധനന്തി, ഈ ഭൗതിക ബോധത്തിലേക്ക് കൊണ്ടുവരുന്നു, ഭൗതിക ബോധത്തിൽ ബന്ധിച്ചു നിർത്തുന്നു. ഞാൻ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ ബന്ധിച്ചു നിർത്തുന്നു. നിബന്ധനന്തി മഹാബാഹോ ദേഹേ ദേഹിനം അകെ. ഈ ശരീരത്തിൽ ബന്ധിച്ചു നിർത്തുന്നു. ദേഹിനം, ശരീരത്തിലിരിക്കുന്ന ആത്മാവിനെ. ആത്മാവ് എന്ത് സ്വഭാവമുള്ളതാണ്? അവ്യയം, ഒരിക്കലും നശിക്കാത്ത ആത്മാവിനെ ഈ നശിക്കുന്ന ശരീരമാണ് എന്നുള്ള ബോധത്തിൽ നിർത്തുന്നത് ഈ സത്വരജസ്തമോ ഗുണങ്ങളാണ്. ഇനി ഓരോ ഗുണങ്ങളുടെയും സ്വഭാവം, അതിന്റെ പ്രത്യേകതകൾ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് 6ാമത്തെ ശ്ലോകത്തിൽ. തത്വഗുണത്തിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. ഏതാണ് ബെറ്റർ, ഏത് ഗുണമാണ് നല്ലത്, ഏത് ഗുണമാണ് ഏറ്റവും മോശമായിട്ടുള്ളത്, ഓരോ ഗുണത്തിന്റെയും പ്രത്യേകതകളൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. തത്വഗുണത്തിനെ കുറിച്ചാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തത്വസത്വം നിർമ്മലത്വാത് പ്രകാശകം അനാമയം സുഖസംഖ്യേന ഭദ്രാതി ജ്ഞാനസംഖ്യേന ചാനക. ഓരോ ഗുണവും ബന്ധിക്കുന്നുണ്ട് നമ്മളെ ശരീരത്തിൽ. അത് ഏത് രീതിയിലാണ്? പല രീതിയിലാണ് ബന്ധിക്കുന്നത്, ഒരേപോലെയല്ല ബന്ധിക്കുന്നത്. പല ചിന്താഗതികൾ കൊണ്ടാണ് നമ്മളെ ബന്ധിക്കുന്നത്. അതെങ്ങനെയൊക്കെയാണെന്ന് ഭഗവാൻ വിശദമാക്കുന്നുണ്ട്. 6ാമത്തെ ശ്ലോകത്തിൽ സത്വഗുണത്തിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് വായിക്കാം. വിവർത്തന ഭാവാർത്ഥം വായിച്ചോളൂ 6ാമത്തെ ശ്ലോകത്തിന്റെ.
ഹരേ കൃഷ്ണ പ്രഭുജി. മാതാജി വായിച്ചോളൂ, മാതാജി വായിച്ചോളൂ. വായിച്ചോളൂ. സ്വന്തം മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഖ്യേന ബധ്നാതി ജ്ഞാനസംഖ്യേന ചാനഘ. വിവർത്തനം. ഹേ പുണ്യാത്മാവേ, മറ്റുള്ളവയെ അപേക്ഷിച്ച് ശുദ്ധാത്മാകയാൽ സത്വഗുണം പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ്. ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. ഭാവാർത്ഥം. ഭൗതിക പ്രകൃതിയാൽ ബദ്ധരായ ജീവസത്തുക്കൾ പലവിധമുണ്ട്. ഒരാൾ സന്തുഷ്ടനായിരിക്കും, മറ്റേയാൾ കർമ്മനിരതനും, ഇനിയൊരാൾ നിസ്സഹായനുമായിരിക്കും. ഇത്തരം മാനസികാവസ്ഥാ ഭേദങ്ങളാണ് ജീവസത്തകളുടെ പ്രകൃതിയിലെ ബദ്ധാവസ്ഥയ്ക്ക് കാരണം. എങ്ങനെയാണവർ പല വിധത്തിലും ബദ്ധരായിരിക്കുന്നതെന്ന് ഭഗവത്ഗീതയിലെ ഈ ഭാഗത്തിൽ വിവരിക്കുന്നു. ആദ്യമായി സത്വഗുണത്തെ എടുത്തു നോക്കാം. ഭൗതിക ലോകത്തിൽ സത്വഗുണം വളർത്തിയെടുക്കുന്നതിന്റെ ഫലമെന്തെന്നാൽ, അങ്ങനെ ചെയ്യുന്ന വ്യക്തി മറ്റു വിധത്തിൽ ബദ്ധരായവരേക്കാൾ ബുദ്ധിമാനാണ്. സത്വഗുണത്തിലുള്ള ഒരാളെ ഭൗതിക ദുഃഖങ്ങൾ അധികം ബാധിക്കാറില്ല. ഭൗതിക ജ്ഞാനത്തിൽ താൻ പുരോഗമിക്കുകയാണെന്ന ബോധവും അയാൾക്കുണ്ടാകും. സത്വഗുണാവസ്ഥയിലിരിക്കേണ്ട ബ്രാഹ്മണനാണ് ഇതിനൊരു മാതൃക. സത്വഗുണ പ്രഭാവം പാപപ്രതികരണങ്ങളിൽ നിന്ന് ഏറെക്കുറെ മോചിപ്പിക്കുന്നു എന്ന അറിവാണ് സാത്വികരുടെ സന്തുഷ്ടിക്ക് കാരണം. സത്വഗുണം കൂടുതൽ ജ്ഞാനത്തെയും സന്തോഷത്തെയും ഉളവാക്കുന്നുവെന്ന് വൈദിക കൃതികളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇതിലുള്ള കുഴപ്പമെന്തെന്നാൽ, ഒരു ജീവസത്ത സത്വഗുണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ താൻ മറ്റുള്ളവരെക്കാൾ ജ്ഞാനത്തിൽ മുന്നേറിയെന്നും അങ്ങനെ അവരെക്കാൾ ഉത്കൃഷ്ടനായിരിക്കുന്നു എന്നുമുള്ള അഹങ്കാരം അയാളെ ബാധിച്ചേക്കാം. അങ്ങനെ അയാൾ ബദ്ധനാകുന്നു. ഇതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ശാസ്ത്രജ്ഞന്മാരും തത്വചിന്തകരും. ഇക്കൂട്ടരും തങ്ങളുടെ അറിവിനെ പറ്റി അഹങ്കരിക്കുന്നു. ജീവിത ചുറ്റുപാടുകൾ സ്വാഭാവികമായി മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് ഭൗതികമായി കൂടുതൽ സന്തുഷ്ടരാവുകയും ചെയ്യുന്നു. ബദ്ധമായ ജീവിതത്തിലെ ഈ ഉയർന്ന സന്തുഷ്ടതാബോധം ഭൗതിക പ്രകൃതിയുടെ സത്വഗുണത്താൽ അവരെ ബന്ധിക്കുകയാണ്. അങ്ങനെ സത്വഗുണത്തിൽ പ്രവർത്തിക്കുന്നതിലേക്ക് അവർ ആകൃഷ്ടരായി തീരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ ആകൃഷ്ടരായിരിക്കുന്നിടത്തോളം കാലം ഏതെങ്കിലും വിധത്തിൽ പ്രകൃതി ഗുണാതീതനായ ഒരു ശരീരം അവർക്ക് കൈക്കൊള്ളേണ്ടി വരും. മോചനത്തിന് വഴിയില്ലെന്നാകും. ആധ്യാത്മിക ലോകത്തിലേക്ക് ഉയരാൻ സാധിക്കില്ല. വീണ്ടും വീണ്ടും തത്വചിന്തകനായോ ശാസ്ത്രജ്ഞനായോ കവിയായോ പിറവിയെടുത്ത് ജനന മരണ ക്ലേശങ്ങളിൽ അകപ്പെടുകയോ ആവും ഫലം. എന്നിട്ടും ഭൗതിക ശക്തിയുടെ മോഹവലയത്താൽ അത്തരം ഒരു ജീവിതം സുഖകരമെന്ന് അവർ വിചാരിച്ചു പോകുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സ്വപ്ന മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ എങ്ങനെയാണ് ഈ ജീവാത്മാവിനെ, പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള ഒരു ജീവാത്മാവിനെ ഈ ഭൗതിക ശരീരത്തിൽ, പൂർണ്ണമായിട്ടും ഭൗതികമായിട്ടുള്ള ഈ ഒരു ശരീരത്തിൽ ഈ ഗുണങ്ങൾ ദേഹബോധത്തിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ജീവാത്മാവിനെ കയറുകൊണ്ട് കെട്ടിയിടുന്നത് പോലെ കെട്ടിയിടുകയല്ല ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ഗുണങ്ങൾ ജീവാത്മാവിനെ ഭൗതിക ശരീരത്തിൽ ബന്ധിച്ചു നിർത്തുന്നത്? വ്യത്യസ്തമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ നിർമ്മിച്ചാണ് ജീവാത്മാവിനെ ശരീരബോധത്തിൽ ഈ ഗുണങ്ങൾ നിലനിർത്തുന്നത്. തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. യഥാർത്ഥ ജ്ഞാനത്തിനെ മറച്ചു വയ്ക്കും. അല്ലെ, മായയാ അപഹൃത ജ്ഞാനാണ്. മായ യഥാർത്ഥ ജ്ഞാനത്തിനെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഭഗവാന്റെ അംശമാണ്, ഞാൻ ഭഗവാന്റെ സേവകനാണ്, ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥ ധർമ്മം എന്നുള്ള സത്യത്തിലേക്ക് ഒരിക്കലും എന്നുള്ള സത്യത്തിലേക്ക് ഉണരാൻ ഈ ഗുണങ്ങൾ ഒരിക്കലും ജീവാത്മാവിനെ സമ്മതിക്കുന്നില്ല. പല പല തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിക്കുകയാണ് ജീവാത്മാവിനെ ചെയ്യുന്നത്. പല തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടാണ് ജീവാത്മാവിനെ
ഗുണങ്ങൾ ഈ ഭൗതിക പ്രകൃതിയിൽ നിലനിർത്തുന്നത്. അതിനെയാണ് മായ എന്ന് പറയുന്നത്. ഗുണമയി മമ മായ ദുരത്തെ, അല്ലെ ഗുണമയി എന്നാണ് പറയുന്നത്. ഗുണങ്ങൾ കൊണ്ടാണ് ജീവാത്മാവിനെ മായ ഈ ഭൗതിക ലോകത്തെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു നിർത്തുന്നത്. അപ്പൊ സത്വഗുണത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് തെറ്റിദ്ധാരണയാണ് ഉണ്ടാവുന്നത് എന്നിവിടെ പറയുന്നുണ്ട്. സുഖസംഖ്യേന ബധ്നാതി തത്ര സത്വം നിർമ്മലത്വ പ്രകാശകം അനാമയം. സത്വഗുണത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവത്തിനെ കുറിച്ച് ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞു തന്നു. എന്താണ് തത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ, ഈ പറഞ്ഞത് 3 ഗുണത്തിനെ കുറിച്ച് പറഞ്ഞു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം 3 പറഞ്ഞു. അതിൽ തത്ര, അതിൽ സത്വം, സത്വഗുണം എന്താണ്? നിർമ്മലത്വാ പ്രകാശകം അനാമയം, ഉള്ളതിൽ വെച്ച് ഭേദമാണ്. നിർമ്മലത്വം, ഭൗതിക മാലിന്യം കുറവായിട്ടിരിക്കുന്നതാണ് സത്വഗുണം. നിർമ്മലമാണ്, ഉള്ളതിൽ ഭേദമാണ് സത്വഗുണം. പ്രകാശകം അനാമയം, ജ്ഞാനം പ്രകാശിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ പാപങ്ങളൊക്കെ കുറയ്ക്കുന്നതാണ്. സത്വഗുണത്തിൽ ഇരിക്കുന്ന വ്യക്തി പാപങ്ങളൊന്നും ചെയ്യുന്നില്ല. പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ സത്വഗുണത്തിന്റെ സ്വഭാവമാണ്. അനാമയം, പാപങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അതിന് കുഴപ്പമുണ്ട്. എന്താണ് കുഴപ്പം? അവരതിൽ തന്നെ കുടുങ്ങിപ്പോകും. അല്ലെ, ഞാൻ എല്ലാവർക്കും മറ്റുള്ളവർക്ക് നന്മയൊക്കെ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്, അതൊക്കെ മതി, നല്ല കർമ്മങ്ങൾ ചെയ്യുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, മറ്റുള്ളവരെ സഹായിക്കുക, അല്ലാതെ ഭക്തി ചെയ്യുക എന്നുള്ളത് അതല്ല ചെയ്യേണ്ടത്. അല്ല, എല്ലാവരെയും സഹായിച്ച് നല്ല രീതിയിൽ ജീവിക്കുക, അതായിരിക്കും അവരുടെ ഫിലോസഫി. അതിൽ അവർ കുടുങ്ങിപ്പോകും. കാരണം എന്താണ്? അവർ ഭക്തിയിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല, ഭക്തിയുടെ ആവശ്യമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ഞാൻ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരു നല്ല വ്യക്തിയായിട്ട് അങ്ങനെ ജീവിക്കും, മറ്റുള്ളവരൊക്കെ സഹായിക്കും, അന്നദാനമൊക്കെ നടത്തും, പുണ്യപ്രവൃത്തികളൊക്കെ നടത്തും. അപ്പൊ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. ഞാൻ നല്ല ഒരു വ്യക്തിയാണ്, ഞാൻ നന്മ ചെയ്യുന്നു എന്നുള്ള ആ സുഖത്തിൽ അവരെ കുടുങ്ങി. അതുകൊണ്ട് തന്നെ അവർ ഭക്തിയിലേക്ക് വരുന്നില്ല. സുഖസംഖ്യേന ബധ്നാതി ജ്ഞാനസംഖ്യേന ചാരക. അവർക്ക് ഭൗതികമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവും, ഭൗതികമായിട്ടുള്ള ജ്ഞാനം അവർക്ക് കൂടുതലുണ്ടാവും. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് നേടാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ സുഖമാണ് എന്ന് അവർ വിചാരിക്കും. സുഖസംഖ്യേന ബധ്നാതി, ഇവിടെ തന്നെയാണ് സ്വർഗം. പ്രഭാഷണത്തിലൊക്കെ പറയുന്ന കേട്ടു, ഇവിടെ തന്നെയാണ് സ്വർഗം എന്നവർ വിചാരിക്കും. ഈ ശരീരത്തിൽ തന്നെയാണ് സുഖമായിട്ടുള്ള ജീവിതം. കാരണം ഈ ശരീരത്തിൽ വലിയ കുഴപ്പമില്ല, നല്ല സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്നവര് തെറ്റായിട്ട് വിചാരിക്കും. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് സത്വഗുണം ചെയ്യുന്നത്. അവരാണ് പറയുന്നത് നമ്മളെല്ലാവർക്കും നന്മ ചെയ്താൽ മതി, എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അമ്പലത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം, സഹായിച്ച് ജീവിക്കണം, പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാം, ഇത് മതി, അത് തന്നെയാണ് ഭക്തി എന്നൊക്കെ പറയും. അത് തന്നെയാണ് ഭക്തി എന്നും സ്വന്തമായിട്ടൊരു ഫിലോസഫി പറയും. എന്നിട്ട് അവര് നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. നമ്മള് ഭഗവാന്റെ സേവനം ചെയ്യണം, ഭഗവത്ഗീത പഠിക്കണം, നാമം ജപിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. അല്ലെ, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി, ഞങ്ങളിവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, മക്കളൊക്കെ വിദേശത്താണ്, അവർക്കൊക്കെ ജോലി കിട്ടി, അവർക്ക് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, ഞങ്ങൾക്ക് നല്ല സാലറി ഉണ്ട്, ഞങ്ങൾക്ക് പെൻഷനുണ്ട്, അല്ലെങ്കിൽ നല്ല സാലറി ഉണ്ട്, ഞങ്ങൾക്ക് നല്ല അയൽക്കാരുണ്ട്, സുഖമായിട്ട് ജീവിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ വിശ്വാസം, ഭഗവത്ഗീത, നാമജപം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി, അത് മാത്രമാണ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത്, ബാക്കിയൊക്കെ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവര് ആത്മീയത ഒഴിവാക്കും. അത് അവരെ ബന്ധിക്കുന്നതാണ് എന്ന് അവരറിയുന്നില്ല. അല്ലെ, ഭഗവാനെ സേവിക്കാണ്ട്
ഈ ഭൗതിക ലോകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുമെന്ന് അവർക്ക് അറിയുന്നില്ല. ഇത് തന്നെ സുഖം എന്ന് വിചാരിച്ച് ആ സംതൃപ്തിയല്ല അവര് കുടുങ്ങിപ്പോകും, സംതൃപ്തിയിൽ കുടുങ്ങിപ്പോകും. അങ്ങനെയാണ് സത്വഗുണം അവരെ കൊടുക്കുന്നത്. സുഖസംജ്ഞേന ബദ്ധനാദി ജ്ഞാനസംജ്ഞേന ചാനക. സത്വഗുണം വളരെ നൈസായിട്ട് അവരെ കൊടുക്കും. ഞാൻ വളരെ നല്ല വ്യക്തിയാണ് എന്നുള്ള ഒരു സുഖത്തിൽ, ഒരു സംതൃപ്തിയിൽ അവർ കുടുങ്ങിപ്പോകും. ഭഗവാനെ സേവിക്കുന്നില്ല, ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ല, ഭഗവാന്റെ നാമം ജപിക്കുന്നില്ല. അതൊന്നും ചെയ്യാണ്ട് തന്നെ ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു. ഇതൊന്നും ചെയ്യാണ്ട് തന്നെ നിങ്ങളെക്കാൾ നല്ല സുഖമായിട്ട് ഞാൻ ജീവിക്കുന്നു. പിന്നെ എന്തിനാണ് ഞാൻ നാമം ജപിക്കുന്നത്? അല്ലെ? അല്ലെങ്കിൽ പിന്നെ വേറെ എന്തിനാണ് ഞാൻ ഭഗവാന്റെ ആരാധന ചെയ്യുന്നത്? അതൊക്കെ ബുദ്ധി കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്നവരങ്ങനെ പ്രഖ്യാപിക്കുന്നത്. അതാണ് അവരെ കൊടുക്കുന്നത്. സുഖസംഖ്യേന ബധ്നാദി ജ്ഞാനസംഖ്യേന ചാനക. അവർക്ക് അവർ ചെയ്ത പുണ്യപ്രവൃത്തികളുടെ ഫലം സ്വീകരിക്കുന്നതിന് വീണ്ടും വീണ്ടും ശരീരം എടുക്കേണ്ടി വരും. അല്ല, വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ തന്നെ കുടുങ്ങിപ്പോകും. ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അതറിയാതെ അവരറിയാതെ കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. സുഖസംഖ്യേന ബദ്ധനാഥം. ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ ആത്മീയതയുടെയും ഭക്തിയിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കുകയാണ്, ഞങ്ങൾക്ക് ആരോടും വെറുപ്പും വിദ്വേഷമൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും സഹായിക്കുന്ന ആളുകളാണ്, നന്മ ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ഇരിക്കും. ഇതാണ് അവരെ കൊടുക്കുന്നത്. സത്വഗുണം വളരെ ബുദ്ധിപൂർവം അവരെ കൊടുക്കും. സുഖസംഖ്യേന ബദ്ധനാദി ജ്ഞാനസംഖ്യേന ചാനക. ഇനി അടുത്തത് രജോ ഗുണം എങ്ങനെയാണ് അവരെ ബന്ധിക്കുന്നത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ. രജോ ഗുണത്തിന്റെ സ്വഭാവവും രജോ ഗുണത്തിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവം, രജോ ഗുണം എങ്ങനെയാണ് അവരെ കൊടുക്കുന്നത് എന്ന് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. രജോ രാഗാത്മകം വിധി തൃഷ്ണ സംഘസമുദ്ഭവം തൻ നിബന്ധനാദി കൗന്ദേയ കർമ്മസംഖ്യേന ദേഹിനം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജയശ്രീ മാതാജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബധ്നാദി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. വിവർത്തനം. അല്ലയോ കുന്തി നന്ദന, അളവറ്റ തൃഷ്ണാധിക്യത്തിൽ നിന്നുളവാകുന്നതത്രേ രജോ ഗുണം. ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ഫലോദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിലുള്ള ആസക്തിയാണ് രജോ ഗുണത്തിന്റെ മുഖ്യ സ്വഭാവം. സ്ത്രീക്ക് പുരുഷനിലും പുരുഷന് സ്ത്രീയിലും ആകർഷണമുണ്ട്. ഇതിനെ രജോ ഗുണമെന്ന് പറയുന്നു. ഈ രജോ ഗുണം വളരുമ്പോൾ ഭൗതിക സുഖങ്ങളിലുള്ള താല്പര്യവും വർദ്ധിക്കും. ഇന്ദ്രിയ സുഖാസ്വാദനങ്ങളിൽ മതി വരാതാവും. രജോ ഗുണ സ്വഭാവിയുടെ ആസക്തി ഇന്ദ്രിയ സുഖാനുഭവങ്ങളിലാണ്. അവ നേടണമെങ്കിൽ അയാൾക്ക് രാഷ്ട്രത്തിലോ സമൂഹത്തിലോ ഒരു ഉയർന്ന പദവി ലഭിക്കണം. സന്തുഷ്ടമായ കുടുംബജീവിതം വേണം. നല്ല വീടും നല്ലവരായ മക്കളും ഭാര്യയും ഉണ്ടാവണം. ഇവയെല്ലാം രജോ ഗുണത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ഇവയ്ക്ക് വേണ്ടി പരക്കം പായുന്നിടത്തോളം കാലം അവർക്ക് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അയാൾ തൻ്റെ കർമ്മഫലങ്ങളിൽ ആസക്തനാവുകയും അങ്ങനെ അത്തരം കർമ്മങ്ങളാൽ ബന്ധിതനായി തീരുകയും ചെയ്യുന്നു എന്നിവിടെ ഊന്നിപ്പറഞ്ഞത്. ഭാര്യ മക്കളെയും സമൂഹത്തെയും സന്തോഷിപ്പിക്കാനും തൻ്റെ അന്തസ്സ് നിലനിർത്താനും വേണ്ടി അയാൾക്ക് നിരന്തര പ്രയത്നം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭൗതിക ലോകം മുഴുവൻ പ്രായേണ രജോ ഗുണബാധിതമെന്ന് വേണം പറയാൻ. ആധുനിക സംസ്കാരം രജോ ഗുണത്തിന്റെ നിലവാരത്തിൽ പുരോഗമിച്ചതായി കരുതപ്പെടുന്നു. മുൻകാലങ്ങളിൽ പുരോഗമനാവസ്ഥ സത്വഗുണത്തിൽ അധിഷ്ഠിതമാണെന്നാണ് കരുതിപ്പോന്നത്. സത്വഗുണത്തിലുള്ളവർക്ക് പോലും മുക്തി സിദ്ധിക്കുന്നില്ലെങ്കിൽ രജോ ഗുണത്തിൽ കുടുങ്ങിപ്പോയവരുടെ നിലയെപ്പറ്റി എന്തു പറയാനാണ്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. രജോ ഗുണത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് 7ാമത്തെ ശ്ലോകത്തിൽ. രജോ രാഗാത്മകം വിധി തൃഷ്ണ സംഘസമുദ്ഭവം. രാഗാത്മകം,
കാമത്തിൽ നിന്നാണ് ഈ രജോഗുണം ഉണ്ടാകുന്നത്. ഭൗതികമായിട്ടുള്ള കാമത്തിൽ നിന്നാണ് രജോഗുണം ഉണ്ടായിട്ടുള്ളത്. തൃഷ്ണ സംഘസമുദ്ഭവം, തൃഷ്ണ അതിയായിട്ടുള്ള ആഗ്രഹം, ഭൗതികമായിട്ടുള്ള അതിയായിട്ടുള്ള ആഗ്രഹം, അതൊക്കെ ഈ രജോഗുണത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഈ രജോഗുണത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാകുന്നില്ല. ഭൗതികമായിട്ട് ആഗ്രഹങ്ങൾ അടങ്ങുന്നില്ല. ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് തൃഷ്ണ, എപ്പോഴും ഭൗതികമായിട്ടുള്ള ആഗ്രഹമാണ് ഉണ്ടാകുന്നത്. അതിനുവേണ്ടി അവര് കഠിനമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കും. അല്ലെ, കഠിനമായിട്ട് അധ്വാനിക്കുക. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം. നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കഠിനമായിട്ട് അധ്വാനിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേൾക്കാം. നിങ്ങൾ വർക്ക് ഹാർഡ്, നിങ്ങൾ കഠിനമായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ഓടിക്കും. അങ്ങനെ ഓടുന്നത് ആരാണ്? ഈ രജോഗുണത്തിലുള്ള ആളുകളാണ്. ഈ ഗുണമാണ് ഇവരെ ഓടിക്കുന്നത്. തൻ നിബന്ധനാദി കൗന്ദയെ കർമ്മസംഖ്യേന ദേഹിനം. രജോഗുണത്തിലുള്ള ആൾക്കാർ എപ്പോഴും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവര് വേണമെങ്കിൽ ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ച് എന്തെങ്കിലും അച്ചീവ്മെന്റിന് വേണ്ടി, ഭൗതികമായിട്ടുള്ള നേതൃത്വത്തിന് വേണ്ടി, അവരുടെ ആ ടാർഗറ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കും. എന്തിനാ പ്രവർത്തിക്കുന്നത്? അവരുടെ കാമത്തിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അവർക്ക് എന്തെങ്കിലും കാമമുണ്ടാകും, ഭൗതികമായിട്ടുള്ള ആഗ്രഹമുണ്ടാകും. ഏറ്റവും വലിയ ഭൗതിക ആഗ്രഹം, നമ്മളെ കൊടുക്കുന്ന ഭൗതിക ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ആകർഷണമാണ് എന്നിവിടെ ശ്രീല പ്രഭാതർ വിശദീകരിക്കുന്നത്. ഭാഗവതത്തിൽ ഇത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. സ്ത്രീയാം പുംസാം മിഥുനീഭാവമേവ. സ്ത്രീയും ഒരു പുരുഷനും മൈഥുനഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ, ലൈംഗിക ആകർഷണം ഉണ്ടായി കഴിഞ്ഞാൽ, പിന്നെ അതിന്റെ പേരിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, അതിനെ പൂർത്തീകരിക്കുന്നതിന് ഒരുപാട് ആഗ്രഹങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർക്ക് വിത്തം വേണം, അവർക്ക് ധനം വേണം, ക്ഷേത്രം വേണം, അവർക്ക് മിത്രങ്ങൾ വേണം, സമൂഹത്തിൽ നല്ല സ്ഥാനം വേണം. ഇതൊക്കെ ഉണ്ടാകണം. നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ നല്ല വീട്, നല്ല കുട്ടികൾ, നല്ല സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ വേണം. ഇതിനു വേണ്ടി അവര് രാപ്പകൽ കിടന്ന് കഷ്ടപ്പെടും, കഠിനാധ്വാനം ചെയ്തു. ഇതാണ് അവർ ഓടുന്നതിന്റെ പുറകിലുള്ള സൈക്കോളജി. അല്ല, രജോഗുണമാണ് ഇവരൊക്കെ ഓടിക്കുന്നത്. അവർക്ക് സമയമില്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾക്ക് ഇതിന് സമയമില്ല, ഞങ്ങൾ സത്സംഗത്തിൽ വരാനൊന്നും സമയമില്ല, നാമം ജപിക്കാനും സമയമില്ല, ഞങ്ങളെ കാര്യങ്ങൾ തന്നെ ആകെ കിട്ടുന്നത് ഒരു ദിവസമാണ്, അന്ന് തന്നെ ഒരുപാട് 100 കൂട്ടം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അതിനിടയ്ക്ക് നാമം ജപിക്കാൻ എവിടെയാണ് സമയം, ഭഗവത്ഗീത ക്ലാസ് കേൾക്കാൻ എവിടെയാണ് സമയമില്ല എന്ന് പറയും. സമയമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ കർമ്മസംഖ്യേന ദേഹം, രജോഗുണം അവരെ കർമ്മത്തിൽ അവരെപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് ചെയ്യേണ്ടത്, നാളെ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത ദിവസം എന്താണ് ചെയ്യേണ്ടത്, നാളെ കൊണ്ട് എത്ര വർക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും, എത്ര നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും, നാളെ എത്ര പേരെ പിടിക്കാൻ സാധിക്കും, ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. മൈൻഡ് അവരെ കൊണ്ട് പ്ലാൻ ചെയ്യിപ്പിച്ച് അവരിട്ട് ഓടിച്ചുകൊണ്ടിരിക്കും. കർമ്മസംഖ്യേന ദേഹം. രജോഗുണത്തിലുള്ള ആളെ നമ്മൾ എപ്പോഴും നോക്കുമ്പോഴും അവരെന്തെങ്കിലും പ്ലാൻ ചെയ്ത് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം അവർക്ക് ഒരിക്കലും ഭൗതികമായിട്ടുള്ള തൃപ്തി ഉണ്ടാവുന്നില്ല. തൃഷ്ണ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ. അല്ലെ, ഒരു കാറ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മോഡൽ ഇറങ്ങിയിട്ടുണ്ടാവും, അപ്പൊ ആ കാറ് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാവുന്നില്ല. മരിക്കുന്നത് വരെ ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. അതാണ് രജോഗുണത്തിന്റെ പ്രവർത്തനം. ഇവരൊക്കെ ഓടിക്കുന്നത് ആരാണ്? ഈ രജോഗുണമാണ്. രജോഗുണത്തിൽ കുടുങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ ഓടി നടക്കുന്നത്. അവർക്ക് ഒരിക്കലും നിൽക്കാൻ സമയമുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കാൻ സമയമുണ്ടാകും, ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് ചെയ്യുന്നത് ആരാണ്? രജോഗുണമാണ്. തൻ നിബന്ധനാദി കൗന്ദയ കർമ്മസംഖ്യേന ദേഹിനം. സമൂഹത്തിലുള്ള ആൾക്കാർ നല്ല അവരെ പുകഴ്ത്തി പറയും, കണ്ടോ ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഒരു വലിയ കർമ്മയോഗിയാണ്,
എന്നൊക്കെ പറയും. രജോഗുണമാണ് യഥാർത്ഥത്തിൽ അവരെ കണ്ട് ഇങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുകയാണ്. അപ്പം ഇവർക്ക് സാത്വിഗുണത്തിലുള്ളവരെക്കാൾ മുക്തി കിട്ടാൻ സാധ്യത വളരെ കുറവാണ് എന്നിവിടെ പറയുന്നു. സാത്വിഗുണത്തിലുള്ളവരാണ് ബ്രാഹ്മണന്മാര്. ബ്രാഹ്മണന്മാർ പോലും ഞങ്ങൾ നല്ലവരാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ട്, ഞങ്ങൾ നന്മ ചെയ്യുന്നവരാണ്, ഞങ്ങൾ ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്നൊക്കെ വിചാരിക്കുന്നത് കൊണ്ട് അവർ പോലും കുടുങ്ങിപ്പോകും. പിന്നെ ഈ രജോഗുണത്തിലുള്ളവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? രജോഗുണത്തിലുള്ളവർ ആത്മീയമായിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. അവർ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഭാര്യ, മക്കൾ, വീട്, കുടുംബം, കുട്ടികൾ, സമൂഹം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓടി നടന്നതാണ്. അധികാരം നിലനിർത്താൻ വേണ്ടി ഓടി നടക്കുന്നു അല്ലെ. പൂന്താനം പറയുന്നുണ്ട്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ട് നടക്കുന്ന കുറിച്ചില്ല. അവരുടെ സ്ഥാനം നിലനിർത്താൻ വേണ്ടി അവർ നാണം കെട്ടും എന്ത് വേണമെങ്കിലും ചെയ്യും. ഇന്നത്തെ രാഷ്ട്രീയക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ആരാണ് പ്രവർത്തിക്കുന്നത്? അതിന്റെ പുറകില് രജോ ഗുണമാണ് പ്രവർത്തിക്കുന്നത്. രജോ ഗുണം ഈ വ്യക്തിയിട്ട് ഇങ്ങനെ ഓടിക്കുകയാണ് ചെയ്യുന്നത്. രജോ രാഗാത്മകം വിധി തൃഷ്ണ സംഘസമർത്ഥം തൻ നിബന്ധനാധികൗന്ദയ കർമ്മസംഖ്യേന ദൈവം. കർമ്മം കൊണ്ട് ബന്ധിക്കും. അപ്പൊ ആ വ്യക്തിക്ക് ചിന്തിക്കാനൊന്നും സമയമില്ല. ഞാൻ ആത്മാവാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമാണോ എന്നൊന്നും ചിന്തിക്കാൻ സമയമില്ല. അല്ല, ആത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുമാണ്. നിനക്ക് വട്ടാണോ എന്നത്. അല്ലാതെ അങ്ങനെ കേൾക്കാനോ ചിന്തിക്കാനോ ഒന്നും സമയമില്ല. കർമ്മ സംഖ്യേന ദൈഹികം. അവർക്ക് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ പാഷനായിട്ടുള്ള ആളുകൾ. അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ഞാൻ ഇന്ന പൊസിഷനിൽ എത്തിയിരിക്കും, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് വർക്ക് ചെയ്യും. അടുത്ത 5 വർഷം കൊണ്ട് ഞാൻ ഈ കമ്പനിയുടെ CEO ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവും, മാനേജർ ആവും. അതിനു വേണ്ടിയിട്ടാണ് എന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ആ പ്ലാൻ അനുസരിച്ച് ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്ത് അങ്ങനെ ഓടിക്കൊണ്ട്. അതാണ് രജോഗുണത്തിന്റെ സ്വഭാവം. അവർക്ക് ആത്മീയമായിട്ട് ചിന്തിക്കാൻ സമയമേ ഒരിക്കലും കിട്ടുകയില്ല. അതാണ് രജോഗുണത്തിന്റെ പ്രവർത്തനം. അങ്ങനെയാണ് രജോഗുണം ജീവാത്മാവിനെ ഈ ശരീരത്തിൽ ബന്ധിക്കുന്നത് എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് കൂടുതൽ രജോഗുണമാണ് എന്നുള്ളത് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭാകര വിശദീകരിക്കുന്നുണ്ട്. മുൻകാലത്തിൽ സാത്വികഗുണമായിരുന്നു കൂടുതൽ. സാത്വികമായിട്ട് ഉയർന്നവരായിട്ട് കണക്കാക്കുമായിരുന്നു. സമൂഹത്തിൽ നല്ല സ്വഭാവമുള്ളവരെ ഉയർന്നവരായിട്ട് കണക്കാക്കും. കലിയുഗത്തിൽ പാഷനാണ് കൂടുതൽ. രജോഗുണവും തമോ ഗുണവുമാണ് കൂടുതൽ. അപ്പോൾ എന്തെങ്കിലും ചെയ്ത് സമൂഹത്തിൽ നല്ല സ്ഥാനം കിട്ടിയവർക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് ധനം സമാഹരിച്ചവർക്കൊക്കെ അവർ ഉന്നതരാണ്, അവർ ജീവിതത്തിൽ വിജയിച്ചവരാണ് എന്ന് സമൂഹം അവർക്കൊരു കൽപ്പന കൊടുക്കും, അവർക്കൊരു സ്ഥാനം കൊടുക്കും. അത് കലിയുഗത്തിന്റെ ഈ രജോഗുണത്തിന്റെ പ്രവർത്തനമാണ്. സമൂഹം മൊത്തം രജോഗുണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ തമോ ഗുണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. തമോ ഗുണത്തിന്റെ പൊതുവായിട്ടുള്ള സ്വഭാവം, തമോ ഗുണം എങ്ങനെയാണ് ഒരു ജീവനെ ശരീരത്തിൽ ബന്ധിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി വായിക്കാം. സമയമായിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അത് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ